എപ്പോഴാണ് നമ്മൾ പുതിയ ഫോൺ വാങ്ങേണ്ടത്? എത്ര രൂപ വരെ ഇതിനായി ചിലവഴിക്കാം? ഏതൊക്കെ ബ്രാൻഡ്സിനെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്? ഫോൺ ഓൺലൈനായിട്ട് വാങ്ങുന്നതാണോ? അതോ ഓഫ്‌ലൈനായിട്ട് വാങ്ങുന്നതാണോ ഏറ്റവും നല്ലത്? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ വീഡിയോ. ആദ്യത്തെ ചോദ്യം, എപ്പോഴാണ് നമ്മൾ പുതിയ ഫോൺ വാങ്ങേണ്ടത്? ആൻസർ ഈസ് സിമ്പിൾ. എപ്പോഴാണോ നമ്മളുടെ ഡെയിലി യൂസിൽ ബുദ്ധിമുട്ടുകൾ വരുന്നത് ആ സമയത്ത്. ആൻഡ് ഇത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഹെവി യൂസേഴ്സിന് ഗെയിം കളിക്കുന്നതിനിടയിൽ ഫോൺ ലാഗ് ആവുന്നതും ഒരുപാട് ഹീറ്റ് ഉണ്ടാകുന്നതും മൾട്ടി ടാസ്കിങ്ങിനിടയിൽ ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷൻസ് ക്രാഷ് ആവുന്നതും ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ഒരു ലൈറ്റ് യൂസറിന് ഇതൊന്നും ഒരു വിഷയമേ ആയിരിക്കില്ല. സോ ഇവിടെ നോക്കേണ്ടത്, നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങളിൽ നിരന്തരമായി തടസ്സങ്ങൾ വരാൻ തുടങ്ങിയോ എന്നതാണ്. ഉത്തരം യെസ് എന്നാണെങ്കിൽ പുതിയ ഫോൺ നോക്കാൻ സമയമായി. ശ്രദ്ധിക്കേണ്ട കാര്യം, ചില സമയത്ത് നമ്മളുടെ ഫോണിലെ സ്റ്റോറേജ് സ്പേസ് ഫ്രീ ആക്കിയാൽ, അല്ലെങ്കിൽ ബ്ലോട്ട്വെയർസിനെ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസിൻ്റെ പെർമിഷൻസ് ഒക്കെ ഓഫ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ സ്മൂത്ത് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ചില സമയത്ത് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ടാവില്ല, ഫോൺ സ്മൂത്ത് ആയിരിക്കും. ചിലപ്പോൾ അത് ബാറ്ററി ഡീഗ്രേഡ് ആയതുകൊണ്ടാവാം. ആ സമയത്ത് നമ്മൾ സർവീസ് സെൻറ്ററിൽ പോയിട്ട് ബാറ്ററി റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം തീരും. സോ നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്തവയാണെങ്കിലാണ് നമ്മൾ ഫോൺ അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. പുതിയ ഫോൺ വാങ്ങണം എന്ന തീരുമാനത്തിലേക്കാണ് എത്തിയതെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതായത്, ഒരു ഫോണിന് വേണ്ടി എത്ര രൂപ വരെ ചിലവഴിക്കാം? സ്മാർട്ട് ഫോൺസിന്റെ കേസിൽ മെയിൻലി 3 സെഗ്മെന്റ്സ് ആണുള്ളത്. ഫസ്റ്റ്ലി ദ ബജറ്റ് സെഗ്മെന്റ്, അതായത് അണ്ടർ 20,000 കാറ്റഗറി. നമ്മളിൽ 75% ആൾക്കാരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ ഈ റേഞ്ചിലുള്ള ഫോണുകൾക്ക് പറ്റും. ബ്രൈറ്റ് ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേസ്, 60 to 90 FPS ഗെയിമിംഗ്, നല്ല ഡേ ലൈറ്റ് ഫോട്ടോഗ്രാഫി, സർക്കിൾ ടു സെർച്ച്, മാജിക് ഇറേസർ പോലത്തെ ബേസിക് ബട്ട് എസെൻഷ്യൽ AI ഫീച്ചേഴ്സ്, ഇതെല്ലാം നമുക്കിവിടെ കിട്ടും. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ എല്ലാ ബ്രാൻഡ്സിന്റെയും ഒരുപാട് ഫോണുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷനും ഇവിടെയാണ്. സോ അത് കുറയ്ക്കാനായി നമുക്ക് ഒഴിവാക്കേണ്ട ഫോണുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ബിക്കോസ് ഇത് ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ ബാക്കിയുള്ള ഓപ്ഷൻസിൽ ഏത് ഫോൺ എടുത്താലും അത് വാല്യൂ ഫോർ മണി ആയിരിക്കും. ഫസ്റ്റ്ലി ഓപ്പോയുടെ എല്ലാ ഫോണുകളും നമുക്ക് വേണമെങ്കിൽ കണ്ണും പൂട്ടി ഒഴിവാക്കാം. ഇവിടെ ആകെപ്പാടെ ഉള്ളൊരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഓപ്പോയുടെ K13 എന്ന് പറയുന്ന മോഡലാണ്. രണ്ടാമത് വിവോയുടെ Y സീരീസ്. ഇത് ഓഫ്ലൈനിൽ ഫോണിനെ കുറിച്ച് അധികം ധാരണയില്ലാത്ത കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് സ്പെക്ക് വളരെ കുറവായിരിക്കും കമ്പയർഡ് ടു പ്രൈസ്. മൂന്നാമത്തെ ബ്രാൻഡാണ് സാംസങ്. ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല, വളരെ വീക്കായിട്ടുള്ള ചിപ്സെറ്റ് ആയിരിക്കും, ഒരുപാട് കോസ്റ്റ് കട്ടിങ്സ് നമുക്ക് കാണാൻ സാധിക്കും, എക്സെട്ര. നാലാമത്തെ ബ്രാൻഡാണ് വൺ പ്ലസ് C3 ലൈറ്റ്, C4 ലൈറ്റ്. പേരിന്റെ അവസാനം ലൈറ്റ് എന്ന് കാണുമ്പോൾ അത് ഒഴിവാക്കുക. അടുത്തത് റിയൽമിയുടെ X സീരീസ്, അതായത് പേരിന്റെ അവസാനം X എന്ന് വരുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ റിയൽമി P3X, റിയൽമി നാർസോ 80X. ഈ X എന്ന് കാണുമ്പോൾ Xനെ പോലെ തന്നെ അവോയ്ഡ് ചെയ്യുക. അടുത്ത കമ്പനിയാണ് ഓണർ. അവർ ചൈനയിൽ നിന്ന് അതേപടി സാധനങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ആൻഡ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ചാർജറിനുള്ള സ്പേസ് ആ ബോക്സിലുണ്ടാവും, പക്ഷെ ചാർജർ ഉണ്ടാവില്ല. അതുമാത്രമല്ല, അവിടെ സർവീസ് ആയാലും പാർട്സ് ആയാലും ഒന്നും തന്നെ ഇന്ത്യയിൽ അത്ര നല്ല കണ്ടീഷനിലല്ല. ഫോൺ വാങ്ങി പലരും പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓണറിന്റെ ഫോൺസ് എത്ര ഡിസ്കൗണ്ടിൽ കിട്ടുന്നുണ്ടെങ്കിലും ഒഴിവാക്കുക. പിന്നീടുള്ള കമ്പനികളാണ് ആൽക്കാടെൽ ആൻഡ് ഏസർ. ഇനി നമ്മൾ ബജറ്റ് ഫോൺ വാങ്ങുമ്പോൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊന്ന് കണ്ടു നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. രണ്ടാമത്തെ കാറ്റഗറിയാണ് മിഡ് റേഞ്ച്, അതായത് 20,000 മുതൽ 40,000 വരെയുള്ള പ്രൈസ് കാറ്റഗറി. ഇതിൽ തന്നെ 30,000ന്റെ മേലേക്ക് പോകുമ്പോൾ അതിനെ അപ്പർ മിഡ് റേഞ്ച് എന്നും പറയാറുണ്ട്. ഇവിടെ ഒന്നുകിൽ നമുക്ക് നല്ല ക്യാമറ ഫോൺസ് നോക്കാം. ഫോർ എക്സാമ്പിൾ റിയൽമിയുടെ നമ്പർ സീരീസ്, അല്ലെങ്കിൽ മോട്ടറോളയുടെ എഡ്ജ് സീരീസ്. അതല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലെവൽ പെർഫോമൻസ് കിട്ടും. ഫോർ എക്സാമ്പിൾ പോക്കോയുടെ F സീരീസ്, ഐക്കൂടെ നിയോ സീരീസ്, എക്സെട്ര. ഇനി മിഡ് റേഞ്ച് ക്യാമറ ഫോൺസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് ഡേ ലൈറ്റ് കണ്ടീഷൻ ആയാലും ലോ ലൈറ്റ് കണ്ടീഷൻ ആയാലും വളരെ യൂസബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇവ പ്രൊഡ്യൂസ് ചെയ്യും. അതോടൊപ്പം സൂംഡ് ഫോട്ടോസ്, എസ്പെഷ്യലി പോർട്രേറ്റ്സ് ഒക്കെ എടുക്കാനായി ഡെഡിക്കേറ്റഡ് ടെലിഫോട്ടോ ക്യാമറ ഇതിലുണ്ടാകും. വളരെ സ്മൂത്ത് ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള 4K 60 FPS വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സോ കംപ്ലീറ്റ്ലി റിലയബിൾ ആയിട്ടുള്ള ക്യാമറാസ് നമുക്കിവിടെ കിട്ടും. അതല്ല പെർഫോമൻസ് ഫോണാണ് നോക്കുന്നതെങ്കിൽ വുദറിംഗ് വേവ്സ്, ജെൻഷിൻ ഇമ്പാക്റ്റ് പോലത്തെ ഹെവി ഗെയിംസ് നമുക്കിവിടെ സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റും. BGMI, COD പോലത്തെ ഗെയിംസിൽ 90 to 120 FPS വരെ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഹൈ റെസൊല്യൂഷൻ വീഡിയോസ് വേഗത്തിൽ എഡിറ്റ് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കും. പക്ഷേ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പെർഫോമൻസ് സെൻട്രിക് ആയിട്ടുള്ള ഫോണുകളുടെ ക്യാമറാസ് വളരെ ആവറേജ് ആയിരിക്കും.
ഈ ഒരു സെഗ്മെന്റിൽ ഫോൺ വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടത് ഹെവി യൂസേഴ്സും കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ആണ്. ഒരു പ്രോ ടിപ്പ് പറയുകയാണെങ്കിൽ 30,000 to 35,000 ആണ് ഈ മിഡ് റേഞ്ചിലെ സ്വീറ്റ് സ്പോട്ട്. അതായത് നമുക്ക് ഏറ്റവും നല്ല ഫോണുകൾ കണ്ടെത്താൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ച് ആണ് ഈ 30 to 35 എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാറ്റഗറിയാണ് ഫ്ലാഗ്ഷിപ്പ്. ഇത് തുടങ്ങുന്നത് 40,000 40,000 മേലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു കൊല്ലം മുമ്പ് ഇറങ്ങിയ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ കാണാൻ സാധിക്കും. ആൻഡ് 50,000 മേലേക്ക് പോകുമ്പോഴാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്സ് ഓരോന്നോരോന്നായി വരാൻ തുടങ്ങുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിൽ 90% ആൾക്കാർക്കും ഈ റേഞ്ചിലെ ഫോണുകളുടെ ഒരാവശ്യവും ഇല്ല. ഇത് നോക്കേണ്ടത് ബിസിനസ് പ്രൊഫഷണൽസ്, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ്, പ്രൊഫഷണൽ മൊബൈൽ ഫോട്ടോഗ്രാഫേഴ്സ് അഥവാ വീഡിയോഗ്രാഫേഴ്സ് എന്നീ കാറ്റഗറിയിലുള്ളവരാണ്. വാല്യബിൾ ആയിട്ടുള്ള ബിസിനസ് ഡോക്യുമെന്റ്സ് സൂക്ഷിക്കേണ്ടവർ, ഒരുപാട് പൈസ ഓൺലൈനായിട്ട് കൈകാര്യം ചെയ്യേണ്ടവർ, ഇവരുടെയൊക്കെ മെയിൻ പ്രയോറിറ്റി എപ്പോഴും സേഫ്റ്റി ആയിരിക്കും. ആൻഡ് ബ്രാൻഡ് ഏത് തന്നെ ആയാലും അവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡൽസിൽ റെഗുലറായി സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് കൊടുത്തുകൊണ്ടേയിരിക്കും ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. യൂഷ്വലി 1.5-2 മാസം കൂടുമ്പോൾ ഒരു സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് എന്തായാലും വരും. ഐഫോൺ, സാംസങ്ങിന്റെ എസ് സീരീസ്, ഗൂഗിളിന്റെ പിക്സൽ ഫോണുകൾ, ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഓഫർ ചെയ്യുന്നത്. ഇനി നിങ്ങളൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ വിവോയുടെ എക്സ് സീരീസ് അല്ലെങ്കിൽ പിക്സലിന്റെ ഫോൺ നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ല വീഡിയോഗ്രഫിയാണ് പ്രധാനമെങ്കിൽ ഓബ്വിയസ്ലി ഐഫോണിന്റെ പ്രോ മോഡൽസ് ആണ് മാർക്കറ്റിലെ ബെസ്റ്റ് ഓപ്ഷൻ. അവസാനത്തെ ചോദ്യം, ഓൺലൈനായിട്ടാണോ അതോ ഓഫ്ലൈനായിട്ടാണോ ഫോൺ വാങ്ങേണ്ടത്? സാംസങ്ങിന്റെ കേസിൽ എസ്പെഷ്യലി അവരുടെ എ സീരീസും എസ് സീരീസും ഓഫ്ലൈനായിട്ട് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. സാധാരണ മൊബൈൽ ഷോപ്സിലായാലും സാംസങ്ങിന്റെ തന്നെ സ്റ്റോറിലായാലും എല്ലാം ഓൺലൈനേക്കാൾ വിലക്കുറവിൽ ഈ 2 സീരീസും വിൽക്കുന്നുണ്ട്. മറ്റുള്ള ബ്രാൻഡ്സിന്റെ ഫോണുകൾ ഓൺലൈനായിട്ട് വാങ്ങുന്നത് തന്നെയാണ് ഏറ്റവും ലാഭം.